എൻ്റെ പേര് ഡോക്ടർ അതിരശോ. ഞാൻ മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ്. ഏതൊരു അസുഖത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാലും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന ഒരു കാര്യമാണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറി. ഈ അസുഖത്തിന് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ പറ്റുമോ എന്ന് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ലാപ്രോസ്കോപ്പിക് സർജറി? നമ്മുടെ ശരീരത്തിലെ ചെറിയ മുറിവുകളിലൂടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് ലാപ്രോസ്കോപ്പിക് അഥവാ കീഹോൾ സർജറി എന്ന് പറയും. അത് വയറിൽ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ലാപ്രോസ്കോപ്പിക് എന്ന് പറയും. അതിന് നമ്മൾ നെഞ്ചിൽ ചെയ്യുവാണെങ്കിൽ അതിന് തൊറാക്കോസ്കോപ്പിക്, അങ്ങനെ ഒരുപാട് ടെർമിനോളജി ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു വാക്ക് മിനിമൽ ആക്സസ് സർജറി ആണ്. ലാപ്രോസ്കോപ്പിക് അഥവാ കീഹോൾ സർജറി എന്തിനൊക്കെ ചെയ്യാം? സാധാരണഗതിയിൽ നമ്മളെ വയറിലെ ഉദര സംബന്ധമായ അല്ലെങ്കിൽ കുടൽ സംബന്ധമായ ഏത് രോഗത്തിനും നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാം. ഉദാഹരണത്തിന് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ, അല്ലെങ്കിൽ പിത്തസഞ്ചിയിലെ കല്ല് അല്ലെങ്കിൽ പിത്തസഞ്ചിയിലെ ഇൻഫെക്ഷൻ, അതിന് പോളിസിസ്റ്റെക്ടമി ചെയ്യാം. അല്ലെങ്കിൽ കുടലിനകത്ത് മുഴകളോ എന്തെങ്കിലും തടിപ്പുകളോ അല്ലെങ്കിൽ ബയോപ്സി എടുക്കാൻ എല്ലാത്തിനും നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ഉപയോഗിക്കാം. പിന്നെ ഹെർണിയയുടെ ഓപ്പറേഷൻ ലാപ്രോസ്കോപ്പിക് സർജറി ഉപയോഗിക്കാം. അതുപോലെ ഗൈനക്കോളജിക്കലായാലും അതായത് ഗർഭപാത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ലാപ്രോസ്കോപ്പിക് സർജറി, പ്രസവം നിർത്താൻ ലാപ്രോസ്കോപ്പിക് സർജറി ഉപയോഗിക്കാം. അങ്ങനെ വയറിനകത്ത് നമുക്ക് സാധാരണ ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന എല്ലാ സർജറീസിനും നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ പറ്റും. ലാപ്രോസ്കോപ്പിക് അഥവാ കീഹോൾ സർജറിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏർലി റിട്ടേൺ ടു റൂട്ടീൻ ലൈഫ്, അതായത് നമ്മുടെ ദൈനംദിന കാര്യത്തിലേക്ക് തിരിച്ച് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. സാധാരണ സർജറി അപേക്ഷിച്ച് മുറിവിന്റെ വലുപ്പം വളരെ കുറവായതിനാൽ ഓപ്പറേഷൻ ശേഷമുള്ള വേദന വളരെ കുറവായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ മൊബിലൈസ് ആയി നമുക്ക് നടക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പെട്ടെന്ന് തന്നെ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതായത് നമുക്ക് ലീവിന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മുറിവിന്റെ അളവ് കുറവായതിനാൽ നമുക്ക് അതിന്റെ ഇൻഫെക്ഷൻ സാധ്യതകൾ കുറയും. പിന്നെ നമുക്ക് വേദനയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. വേദന വളരെ കുറവായിരിക്കും. പിന്നെ മുറിവിന്റെ വലിപ്പം കുറവായതിനാൽ നമുക്ക് ഓപ്പറേഷനുള്ള സ്കാറിന്റെ വലിപ്പം കുറവായിരിക്കും. അപ്പോൾ കോസ്മെറ്റിക് കൺസേൺസ് ഉള്ളവർക്ക് എപ്പോഴും ലാപ്രോസ്കോപ്പിക് സർജറി ആയിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പോസ്റ്റ് ഓപ്പറേഷൻ റെസ്റ്റ് ഭയങ്കര കുറവാണ്. തിരിച്ച് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റുന്നതാണ്.